ട്രംപ് ഇപ്പം നിലവിൽ നടപ്പിലാക്കിയ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 70-ലധികം രാജ്യങ്ങൾക്ക് വിസ നിരോധനം. ആ രാജ്യത്തുള്ള ആൾക്കാർ അമേരിക്കയ്ക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഈ നിലപാടെന്ന് പറഞ്ഞാൽ 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 3 വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങളാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതെല്ലാം തന്നെ അവിടുത്തെ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനത്തെ വിസ ബാൻ ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ CIAയ്ക്കും ഒരു പങ്കുണ്ടാവും. ഒരു രാജ്യത്തിന്റെ വിസ ബാൻ ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള പഠനം അവർ നടത്തിയിട്ടുണ്ടാവും. FBI, CIA, അതുപോലെ തന്നെ ട്രംപിന്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇവരെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഇവർ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപ് ഒരു സുപ്രഭാതത്തിൽ ഇവർ 70+ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഉറങ്ങി എണീറ്റപ്പോൾ തീരുമാനിച്ചതല്ല. ഈ നിയമം ഇറക്കുന്നതിന്റെ തലേ ദിവസം ബ്രദർഹുഡിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമം അമേരിക്ക പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ. അപ്പം അതിനെ തുടർന്നാണ് ഈ 70+ രാജ്യങ്ങളിലും ബ്രദർഹുഡുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഥവാ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന NGO പോലത്തെ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടിയുണ്ട്. ഇത് നമ്പർ 1. രണ്ടാമത്, അമേരിക്കയിലെ ഇല്ലീഗൽ ഇമിഗ്രന്റുകളായിട്ട് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ രാജ്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ, അതായത് ഈ 70-ലധികം രാജ്യങ്ങളുടെ പേരുണ്ട്. അഫ്ഗാനിസ്ഥാൻ മുതൽ 10-70ഓളം രാജ്യങ്ങളുണ്ട്. ചെറിയ രാജ്യങ്ങളുണ്ട്, വലിയ രാജ്യങ്ങളുണ്ട്, റഷ്യ ഉണ്ട്, അതും കൂടി മനസ്സിലാക്കണം. പാകിസ്ഥാനുണ്ട്, ഇന്ത്യ ഇല്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ പാക് സിലിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര പേര് അത് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറാൻ പറ്റും. സെക്കൻഡറി ചാനലാണ്. അതിനകത്ത് പാക് സിലിക്ക എന്ന് പറഞ്ഞിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇന്ത്യയെ പാക് സിലിക്ക സമ്മിറ്റിലേക്ക് അമേരിക്ക ക്ഷണിച്ചിട്ട് ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. ഇന്ത്യ ജോയിൻ ചെയ്യുന്നുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അമേരിക്കയിൽ നടത്തി കഴിഞ്ഞു. ഇത് നമ്പർ 1. അപ്പം അമേരിക്ക ലക്ഷ്യമിടുന്നത് റെയർ എർത്ത് എലമെന്റ്സ്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡോമിനേഷൻ അമേരിക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ, ഈ 70-ലധികം രാജ്യങ്ങളുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ റെയർ എർത്ത് എലമെന്റ്സ്, ഇത് റോ മെറ്റീരിയൽ സോഴ്സ് ഉള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലെങ്ങും ശരിക്കും ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ വലിയ രീതിയിൽ നടക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അവിടെ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഫിൽട്രേഷൻ യൂണിറ്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊന്നും പട്ടികയിൽ ഇടം നേടിയിട്ടില്ല, റെയർ എർത്ത് എലമെന്റ്സിന്റെ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചറിംഗിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പുഷുള്ള രാജ്യങ്ങളാണ് ഇതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ചൈന, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ ഒക്കെ ഇങ്ങനെ ലിസ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സ് ഉള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒരു പ്രഷറിൽ ഇടുക, ഇട്ടിട്ട് ഒരു ബാസ്ക്കറ്റിൽ ഇടുക, റെയർ എർത്ത് എലമെന്റ്സ് ബാസ്ക്കറ്റ്. അവിടെ നിന്ന് ഓരോ രാജ്യങ്ങളായിട്ട് വന്ന് നെഗോഷിയേറ്റ് ചെയ്യും. കാരണം അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയുമായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിസ, പ്രത്യേകിച്ച് എൻട്രി പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ റെപ്രസെന്റേറ്റീവിനെ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ നെഗോഷിയേഷൻ പോയിന്റിൽ വെച്ചിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡീൽ ഉറപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്നത് ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റിനെയാണ്. കാരണം മറ്റേതുണ്ടല്ലോ, ഈ ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ അമേരിക്കയ്ക്ക് തന്നെ ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സിറിയയിൽ ആരുമായിട്ടാണ് പിന്നെ അമേരിക്കയ്ക്ക് ബന്ധം? സിറിയയിൽ അഹമ്മദ് അൽഷാര വേറെയാണോ? ഇല്ലല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടിക എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെയും അത് രണ്ടും തന്നെ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ട്രംപ് ഒരുക്കുന്ന കെണിയാണ്. ഈ കെണിയിൽ ആരൊക്കെ പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നു അവരോടെല്ലാം റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ, ക്രിട്ടിക്കൽ മിനറൽ റെയർ എർത്ത് എലമെന്റ്സ് പറഞ്ഞിട്ട് ഡീൽ ഉറപ്പിച്ചിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് കൃത്യമായിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അതിന്റെ പേരിൽ അവരുടെ ബാൻ ഒഴിവാക്കി കൊടുക്കുക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു 70-ലധികം രാജ്യങ്ങളെ ഇപ്പം ട്രംപ് വലവീശി പിടിച്ചിരിക്കുകയാണ്, ചൂണ്ടയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ആര് കൊത്തും ആര് കൊത്തില്ല എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിത് കുറിച്ച് വെച്ചോളൂ, ഞാൻ പറയുന്ന വാക്ക് ഇങ്ങനെ കുറിച്ച് വെച്ചോളൂ. അല്ലാതെ ട്രംപ് എന്ത് ചിന്തിക്കുന്നു, വ്യത്യസ്തമായ മനുഷ്യനാണ്, അപ്രതീക്ഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതെല്ലാം ശരിയാണ്. പക്ഷേ ട്രംപിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ കൊണ്ട് ചെയ്യാൻ പറ്റുക. അതായത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അമേരിക്കയെ നല്ല വെൽത്തി ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അമേരിക്ക ഗ്ലോബൽ പോലീസായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ ഡോൺ റോ ഡോക്ട്രിൻ. ഈ ഡോൺ റോ ഡോക്ട്രിനാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രജകളെ അമേരിക്കയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ പുറകിലുള്ള കാര്യമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പാകിസ്ഥാനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇതുവരെ എഫക്റ്റീവായിട്ട് അവർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല.
ഏതാണ് ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ നിരന്തരം പൊട്ടിത്തെറിയും അപകടങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാഞ്ഞതിന് ഇന്ത്യയുടെ ഒരു ത്രെട്ട് എപ്പോഴും പാകിസ്ഥാന്റെ മേളിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ചൈനയുമായിട്ട് CPEC 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നില്ല. അസീം മുനീറിന് എപ്പോൾ വേണേലും അമേരിക്കയിലേക്ക് വരാം, വൈറ്റ് ഹൗസിൽ പോയി ചായ കുടിക്കാം, മടങ്ങി വരാം, അതൊക്കെ നടക്കും. വേണമെങ്കിൽ കൈച്ചെലവിന് വഴിച്ചെലവിനൊക്കെ കുറച്ച് ഡോളേഴ്സ് ഒക്കെ കൊടുത്തേക്കും. അതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല പാകിസ്ഥാനെ കൊണ്ട്. പാകിസ്ഥാൻ ഒരുപാട് വീക്കായിരിക്കുന്നു ഫിനാൻഷ്യലി, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ അടിമകളായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ, സൗദി അറേബ്യ, തുർക്കി, രണ്ട് രാജ്യങ്ങളുടെയും അടിമയായി പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗാസയിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൊണ്ട് ഗാസ നോക്കുന്നില്ല. ഗാസയ്ക്കുള്ളിൽ ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കാരെ ഒഴിപ്പിക്കുകയാണ്. അവിടെ വേറെ ഒന്നും കൊണ്ട് ഒഴിപ്പിക്കുന്നതല്ല, ജസ്റ്റ് അമേരിക്കൻ സോൾജേഴ്സ് ആണ് ഈ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത്. അല്ല, ഇസ്രായേൽ പോലും അല്ല അവിടെ ഇത് ഒഴിപ്പിക്കുന്നത്. ശരിക്കും അമേരിക്ക അവരുടെ പദ്ധതി നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഒഴിപ്പിക്കുന്നത്, എന്താണ് ഞങ്ങളുടെ സെക്കൻഡ് പീസ് പ്ലാൻ, അതിലേക്ക് എന്തെങ്കിലും തീരുമാനങ്ങളായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ നേരിട്ടങ്ങ് ചോദിക്കുകയാണ്. അതിനൊന്നും ഒരു തീരുമാനമില്ല. ഖാൻ യൂണിവേഴ്സിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുകയാണ്. ഞാൻ ഈ വെച്ചിരിക്കുന്ന ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടോളൂ ഉടനീളം. ഞാൻ ഇതിനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല, കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഖാൻ യൂണിവേഴ്സിൽ ഈ ടെന്റുകൾ എങ്ങനെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, എത്രമാത്രം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് അത് മാറിയിരിക്കുന്നത്. കാരണം 60% സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്ത് സീസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രമാത്രം തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 100 കിലോമീറ്റർ വിസ്തീർണത്തിൽ താമസിച്ചിരുന്ന ജനങ്ങൾ ഒരു 40 കിലോമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. കുറവൊന്നും, അതായത് ജനസംഖ്യയിൽ വലിയ കുറവൊന്നും വരുന്നില്ല, അത് വരത്തുമില്ല. ഗാസയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ വർദ്ധിക്കത്തേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ സ്ഥലം വളരെയധികം കൺജസ്റ്റഡ് ആയിരിക്കുകയാണ്. അതായത് ചെറിയ സ്ഥലം, അതിനകത്ത് ഇപ്പൊ തിങ്ങിപ്പാർക്കാണ് ആൾക്കാർ. ആ രീതിയിലാണ് ഖാൻ യൂണിസിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ടെന്റുകൾ ഇങ്ങനെ വഴിനീളം ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത്. ആ സ്ഥലത്ത് നിന്നാണ് ഇപ്പം ഒഴിപ്പിക്കൽ തുടങ്ങിയിരിക്കുന്നത്. ഇനി എന്താവും നമുക്കറിയില്ല. ഇത് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഹമാസ് വാക്ക് പാലിക്കാത്തത് കൊണ്ട്, ആദ്യഘട്ട സമാധാന കരാറിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഹമാസ് പാലിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അടുത്ത ഘട്ട നടപടിയിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ പുറകിൽ ബോംബിടുന്നുണ്ട്, പുക വരുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന അടിയാണ് അവിടെ. ഇസ്രായേൽ ഇപ്പോഴും ഹമാസ് അവിടെ വിടണമെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞു പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഇപ്പോഴും ബോംബിടൽ നിർത്തിയിട്ടില്ല. ഇനി എങ്ങനെയാണ് ഞങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത്. ശരിക്കും ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും എങ്ങനെയെങ്കിലും ഒരു യുദ്ധം അവസാനിച്ചാൽ മതി എന്നാണ് കരുതുന്നത്. ഇതിലിപ്പം നിരവധി ആൾക്കാർ ഇപ്പം ഹമാസിനെതിരെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഐഡിയോളജിക്കൽ പരമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഇസ്രായേലാണോ ഹമാസാണോ ചോദിച്ചാൽ അവർ ഹമാസിനെ ചൂസ് ചെയ്യുള്ളൂ. കാരണം ഐഡിയോളജിക്കലി അവർക്ക് മതനിന്ദ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ വിശ്വാസത്തെ തള്ളി പറയാൻ പറ്റില്ല. അവരുടെ വിശ്വാസത്തിൽ തന്നെയുള്ള ഹമാസിനോടൊപ്പമാണ് അവർ എപ്പോഴും നിലനിൽക്കുന്നത്. അവർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. കാരണം ആ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. മതം എന്ന് പറഞ്ഞ സംഭവം തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടേണ്ട കാലഹരണപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഇപ്പം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പൊതുവിൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ പോകുന്നുണ്ട്. അത് അഗ്രസീവ് അല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പോലും ഒരു വേർതിരിവ് എപ്പോഴും മനുഷ്യന്മാർക്കിടയിൽ ഈ മതം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്നത്. എനിവേ ഞാനിപ്പോൾ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. هذه غارة وهي الثانية. هي أول غارة وهي غارة. الله أكبر. شو ها؟ عم يطرش شظاير. ഗാസയിലെ വിഷയം ശരിക്കും ഹമാസിന് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയില്ല ഇനിയിപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവരെ എവിടെയെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ ഗാസയിൽ. അവിടെ തകൃതിയായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അമേരിക്കയിൽ മിനിസോട്ടയിൽ കനത്ത പ്രതിഷേധം, അതേപോലെ തന്നെ മിനിയോപോളിസിലും പ്രതിഷേധമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രതിഷേധം നടക്കുന്നത് ഈ ICE ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ICE ഉദ്യോഗസ്ഥർ ഇന്നലെ കൂടി ഒരു ഇമിഗ്രന്റിനെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഈ വെടിവെച്ച് കൊന്ന ആൾക്കാരൊക്കെ ഇല്ലീഗലല്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ ഇമിഗ്രന്റുകളാണ്, പക്ഷേ ഇല്ലീഗലല്ല. വളരെ ഷോർട്ട് ടൈമിൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് ലീഗലി വന്ന ആൾക്കാർ തന്നെയാണ്. അവർക്ക് എല്ലാ രേഖകളുമുണ്ട്, എന്നിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവർ വളരെ അഡമൻ്റായിട്ട് ഈ ICE ഉദ്യോഗസ്ഥരോട് കോപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ICE ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പൊതുജനങ്ങളെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലരുത്. ഇറാൻ മാത്രമല്ല അമേരിക്കയും ഇതേ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ എന്താണ് വ്യത്യാസം?
It's because all those smoke bombs and all the pepper spray. That's where all that. ഏത് ഡിക്റ്റേറ്റർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറയും ഇങ്ങനെയാണെങ്കിൽ? അപ്പോൾ അതുകൊണ്ട് ലൈഫിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ വെച്ച് ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോകും. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എടുക്കൂ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ രഹസ്യമായിട്ട് വന്ന് ഓപ്പറേഷൻ നടത്തൂ. പല രീതിയിൽ ഓപ്പറേഷൻ നടത്താമല്ലോ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ വെടിവെപ്പ് ഒഴിവാക്കണം. ഞാൻ ഈ വെക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോളൂ, നേരിട്ട് വെടിവെക്കാണ്. ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ ഡാർക്ക് ലൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഈ വെടിയുണ്ട് എവിടെ പോകുന്നു, എന്ത് സംഭവം, ഇതൊക്കെ ആർക്ക് എന്തറിയാം? വല്ലാത്ത ബുദ്ധിമുട്ടാണ് ICE ഉദ്യോഗസ്ഥർ ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ കാണിക്കുന്നത്. ശരിയാണ്, ഇല്ലീഗൽ എമിഗ്രന്റുകളെ പിടിച്ച് പുറത്താക്കണം, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിന് വേറെ മാർഗ്ഗങ്ങൾ നോക്കൂ. പിടിച്ച് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കണം. അല്ല വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് എളുപ്പത്തിലുള്ള മാർഗ്ഗം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രമാത്രം ഫോഴ്സിന്റെ ആവശ്യമില്ലല്ലോ. നേരിട്ട് പോയി വെടിവെച്ചാൽ പോരെ. കാണുന്നവനെയൊക്കെ ID തരാത്തവനെയൊക്കെ പറഞ്ഞാൽ കേൾക്കാത്തവനെയൊക്കെ വെടിവെക്കുക, അത് പിന്നെ വളരെ എളുപ്പത്തിലുള്ള തീരുമാനമാണല്ലോ. ഞാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ അതിൽ എന്താണ് ട്രംപിന് ഇത്ര റിസ്ക്കും ക്രെഡിറ്റും? ഒരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.